ഒരു നല്ല സിനിമ, കൊച്ചു സിനിമ. ഞാനിതിനകത്ത് കൊച്ചു വേഷത്തിലുണ്ട്. പക്ഷേ പാരൻസൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിനിമയാണ്. അവസാനത്തെ സീനിൽ ശരിക്കും ചങ്കിടരുത്. ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഫോണൊക്കെ സ്വന്തമാക്കാൻ ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമാണ്. പക്ഷേ എല്ലാ വീട്ടുകാർക്കും അത് സാധിക്കില്ല. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ മനോഹരമായ ഒരു കുടുംബ ബന്ധം, ശരിക്കും എന്താ പറയുക, ഒരു മതസൗഹാർദ്ദമൊക്കെ, നല്ല കൂട്ടുകെട്ട് എന്താണ്, നല്ല മതസൗഹാർദ്ദം എന്താണ് എന്നൊക്കെ കാണിച്ചിരുന്ന സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നല്ല പടം, പിള്ളേരെ കണ്ടിരിക്കുന്ന പടം. സൂപ്പർ പടം, അടിപൊളി പടം. കുട്ടികളുടെ പടം അല്ലേ? സൂപ്പർ ആയിരിക്കുമല്ലോ. നന്നായിട്ടുണ്ടോ? നല്ല മെസ്സേജ്, നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ട്. നല്ല പടം, കാണാൻ പറ്റിയ പടം. നല്ലൊരു കുഞ്ഞു സിനിമയാണ്. നമുക്ക് സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന സിനിമയാണ്. കുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. നല്ല മതത്തിന് ജാതിക്ക് അപ്പുറമുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ, ആ സൗഹൃദം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സമൂഹം ഇന്ന് ചിന്തിക്കേണ്ട, സമൂഹം എന്ന് പറയേണ്ട ചില കാര്യം, രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളിൽ കാണേണ്ട കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. സമൂഹം ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അച്ഛനും അമ്മയും മക്കളൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കാണേണ്ട സിനിമയാണ്. കൊള്ളാം നല്ല നന്നായിട്ടുണ്ട്. നല്ല മെസ്സേജാണ് അതിലുള്ളത്. നല്ല സിനിമ. സൂപ്പർ പടം. ഫാമിലി കാണേണ്ട പടമാണ്. കാരണം വെച്ചാൽ സത്യം കണ്ണ് നിറയുന്ന പടമാണ്. ശരിക്കും അത്രയും ടച്ചിങ് ആയിട്ട് ഓരോ സീനുകളും അത്രയും മനോഹരമായിട്ട് ഒരുപാട്. തീർച്ചയായിട്ടും അത് 100% പടത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഫീലിംഗ്, ആ ഒരു എന്താണ് സൗഹൃദം എന്നുള്ളതിൻ്റെ ശരിയായ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. ചങ്ങ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതെ തീർച്ചയായും സൗഹൃദത്തിന് ഒരു നല്ലൊരു ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. മെസ്സേജ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ, മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു സംഭവം, അത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സാണ് ഗംഭീരമായിരിക്കും. ഇതുപോലത്തെ സിനിമകൾ വരണം. പടം കൊള്ളായിരുന്നു, നല്ലൊരു പടമാണ്. ഒരു മെസ്സേജ് ഉണ്ട്. സോങ്സൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തായിരുന്നു, അത്രേ ഉള്ളൂ. കൊള്ളായിരുന്നു കേട്ടോ, നല്ല പടമായിരുന്നു. നന്നായിരുന്നു. സ്കൂൾ കുട്ടികൾക്കെല്ലാം കാണേണ്ട ഒരു സിനിമ. അതെ നന്നായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഫാമിലിക്ക് കാണാൻ പറ്റുന്നു. ഭയങ്കര ഫീലായിരുന്നു. കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ സംഭവമാണ്. നല്ല എല്ലാ ഷോട്ട്സും നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാം നന്നായിരുന്നു. ഞാൻ ഇത്രയും പ്രായമായ ആളാണ്. ഞാൻ എത്ര വയസ്സായിരുന്നു? ഞാൻ 70 വയസ്സായ ആളാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം ഓർമ്മ വന്നു. ഇപ്പം ഇത് അനിവാര്യമാണ്. ഈ ഇത് ഒരു അവശബ്ദങ്ങളോ അല്ല വേറെ തരത്തിലുള്ള ഒന്നുമില്ല. പെർഫെക്റ്റ് ഷോട്ട്സാണ്. ഞാൻ ടെക്നിക്കലും കൂടി നോക്കുവേ, എല്ലാ ഷോട്ട്സും നല്ല പെർഫെക്റ്റ് ആണ്. ഫിലിം സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു തീമാണ്. കുറേ സ്ഥലങ്ങളിലെല്ലാം നല്ല ഫീല് വരുന്നുണ്ട്. കരയുന്നൊക്കെ സീനുകൾ കുറേ ഉണ്ട്. നല്ല ഇമോഷണലി നല്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമ. അതെ എല്ലാവരുടെ ലൈഫിലും അതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് റീകോൾ ചെയ്യാനും ഓർമ്മിക്കാനും പറ്റുന്നുണ്ട്. ആ ഫീല് വരുന്നുണ്ട്. എങ്ങനെ മ്യൂസിക് BGM ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല ഫിലിമാണ്. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു ഫിലിമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഗംഭീരമായിട്ടുണ്ട്, കേമായിട്ടുണ്ട്, വളരെ ഇഷ്ടമായിരിക്കും. അതായത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു സിമ്പിൾ തീം, രണ്ട് ചെറിയ കുട്ടികൾ തമ്മിലുള്ള അവരുടെ ഇഷ്ടം അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതെല്ലാം നന്നായിട്ടുണ്ട്. ഇതൊരു രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്നൊരു സ്റ്റോറിയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നു, അപ്പം അതാണ് മെയിൻ തീം എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്നൊരു ചെറിയൊരു ലവ് സ്റ്റോറി. അതിലൊരു അതിൻ്റെ എന്താ പറയുക, ലവറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സന്തോഷം. ഫസ്റ്റ് മൂവിയാണ്. സന്തോഷം. നന്നായിരുന്നു. നല്ല ഫിലിമായിരുന്നു. കൊള്ളാം, നല്ല മ്യൂസിക്കായിരുന്നു. മ്യൂസിക് കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഷോർട്ട് ഫിലിമാണ്. ഒരു ഷോർട്ടായിട്ട് തോന്നി കുറച്ച്. അങ്ങനെ കൊള്ളാം. നല്ല ചങ്ങായിത്തരത്തൊക്കെ പറയുന്നുണ്ട്.
അതെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പോയി ഒരു 10-26 ഇൻ്റർനാഷണൽ അവാർഡ്, പിന്നെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജനങ്ങളെ, പ്രേക്ഷകരുടെ ആ ഇതുണ്ടല്ലോ, അതെനിക്ക് വളരെ സന്തോഷം പകരുന്നു. അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം. അതെ, അവരുടെ സന്തോഷവും അവരുടെ കയ്യടിയെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. രണ്ട് മാറ്റപ്പെട്ട കുട്ടികളുടെ സൗഹൃദം ഇന്ന് ആവശ്യമുള്ള ഒരു തീമാണ്. എന്തുകൊണ്ടും സന്തോഷം. തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും കാണണം. പ്രത്യേകിച്ച് കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി കാണിക്കേണ്ട സിനിമയാണ്. കുട്ടികളെ, രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കേണ്ട സിനിമയാണ്. ഒരു വല്ലാത്ത ഒരു വളരെ നല്ല മെസ്സേജ് ഉണ്ട് ഈ പടത്തിന്. തീർച്ചയായും എല്ലാവരും വരണം, കാണണം. പടം ബേസിക്കലി കണ്ടിരിക്കാവുന്നതാണ്, ബോറടിക്കില്ല, കണ്ടിരിക്കാം. പിന്നെ നല്ല പാട്ടുകളായിരുന്നു. ക്യാമറ വർക്ക് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പിള്ളേർ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജാഫറടിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് മൊത്തത്തിൽ ഈ കാലഘട്ടത്തിൽ സാധാരണ പിള്ളേരെ കാണിക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്ത രണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുടെ ലൈഫ് കാണിച്ചത് കൊള്ളാം. മൊത്തത്തിൽ കണ്ടിരിക്കാവുന്ന പടമാണ്. കണ്ടിരിക്കേണ്ട പടമാണ്, കണ്ടിരിക്കാവുന്ന പടമാണ്. കാരണം ബോറടിക്കുന്നില്ല. കാരണം നമ്മൾ എന്തിനാണ് സിനിമ കാണാൻ വരുന്നത്? ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിക്ക്, ആ രീതിക്ക് നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്.